Hello friends, welcome to the 𝙑𝙞𝙙𝙯 channel. സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ എല്ലാവർക്കും സുഖം ആശംസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ആക്ച്വലി ഒരു ഡെബിറ്റ് കാർഡിനെ കുറിച്ചാണ്, നമ്മൾ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. നമ്മളൊരു ഡെബിറ്റ് കാർഡിനെ കുറിച്ചാണ്. പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഈ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സിബിൽ സ്കോർ ഇമ്പ്രൂവ് ആവും. നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ എല്ലാ ഡെബിറ്റ് കാർഡിലും നമുക്ക് ഈ സിബിൽ സ്കോർ ആയിട്ട് ഒരു ബന്ധവുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ അക്കൗണ്ടിലുള്ള ക്യാഷ് വെച്ചിട്ടാണ്. അപ്പോൾ അത് നമ്മുടെ ആക്ച്വലി നമ്മുടെ സിബിൽ റിപ്പോർട്ട് ആവുമോ, സിബിൽ റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാറില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ സിബിൽ എഫക്റ്റേ ആവാറില്ല. എന്ന് വെച്ചാൽ ഇമ്പ്രൂവ് ആവില്ല, ഡിക്രീസ് ആവില്ല. പക്ഷേ നമുക്കിപ്പോൾ ഒരു പുതിയൊരു ആസ്റ്റു ക്രെഡിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ആപ്പാണ്, ഇപ്പോൾ പുതിയൊരു ആപ്പാണ് ആസ്റ്റു ക്രെഡിറ്റ് എന്നുണ്ട്. അപ്പോൾ ഇവർ ആക്ച്വലി എന്താ ചെയ്യുന്നത് വെച്ചാൽ അവരൊരു ഡെബിറ്റ് കാർഡാണ് നമുക്ക് തരുന്നത്. ആക്ച്വലി ഇവരുടെ ഒരു എന്താ പറയുക അൽഗോരിതം വെച്ചാൽ നമുക്കൊരു ഡെബിറ്റ് കാർഡാണ് തരുന്നത്. നമുക്ക് ഈ ഡെബിറ്റ് കാർഡ് എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമുക്ക് ഒരു ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഇവരുടെ ഒരു അക്കൗണ്ട് തുടങ്ങേണ്ട ആവശ്യമില്ല. നമ്മുടെ ഉള്ള ബാങ്കിൽ തന്നെ ഒരു 133 ബാങ്ക്സ് ആണ് ഒരു സപ്പോർട്ടറാണ്. അപ്പോൾ നമുക്ക് ഈ ബാങ്കുകൾക്ക് തന്നെ നമുക്ക് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ലിങ്ക് ചെയ്തിട്ട് ഈ അക്കൗണ്ടിൻ്റെ ഒരു ഡെബിറ്റ് കാർഡായിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് നമ്മുടെ ഇവരിലേക്ക് ജസ്റ്റ് രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടു. നമുക്ക് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയുന്നത് നമ്മുടെ ഇപ്പോൾ ഒരു സൗത്ത് ഇന്ത്യൻ ബാങ്ക് അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ബാങ്കിൻ്റെ അക്കൗണ്ട് വിചാരിക്കുക. നമ്മുടെ ഓൾറെഡി ഡെബിറ്റ് കാർഡ് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത്, നമുക്ക് വേറെ അക്കൗണ്ട് നമ്മൾ സീറോ ബാലൻസ് അങ്ങനെ അക്കൗണ്ടൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ആസ്റ്റു ക്രെഡിറ്റിൽ നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ഓൾറെഡി ഉള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ ഈ ഡെബിറ്റ് കാർഡിലേക്ക് ലിങ്ക് ചെയ്യണം. ആക്ച്വലി അത് നമ്മുടെ അവർക്കൊരു ആപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ. അതുവഴി ഒരു ലിങ്കാണ് നമുക്ക് ചെയ്യുക. നമ്മളതിൽ ആക്ച്വലി രജിസ്റ്ററും കാര്യങ്ങളൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയർ ഞാൻ ആക്ച്വലി കാണിച്ചു തരാം. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഡെബിറ്റ് കാർഡ്, നമ്മുടെ നോർമൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സിബിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, സിബിൽ കൂട്ടാൻ പറ്റും, സിബിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ സിബിൽ ഇൻക്രീസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് ലോൺസ് കിട്ടും, ക്രെഡിറ്റ് കാർഡ്സ് കിട്ടും, ഈസി ആയിട്ട് എന്താ പറയുക ഫൈനാൻഷ്യൽ സർവീസുകളൊക്കെ കിട്ടും ബാങ്കിൻ്റെ സൈഡിൽ നിന്ന്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫ്യൂച്ചറിൽ എന്തായാലും ഹെൽപ്പായിരിക്കും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സിബിൽ സ്കോർ ഇല്ലെങ്കിൽ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കാൻ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് നമുക്ക് എല്ലാത്തിനും ലോണും കാര്യങ്ങളൊക്കെ ആവശ്യമുള്ളത്, എഡ്യൂക്കേഷൻ ലോൺ ആയാലും കാർ ലോൺ ആയാലും ഹോം ലോൺ ആയാലും എല്ലാവരും മോസ്റ്റ്ലി ഒരു 99%, 95% ആൾക്കാരും എടുക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യമുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഈ സിബിൽ സ്കോർ, ഇപ്പോൾ ക്രെഡിറ്റ് സ്കോർ ഇല്ലാത്തവർക്ക്, ക്രെഡിറ്റ് കാർഡ് ഇല്ലാത്തവർക്ക്, അതുപോലെ ലോൺ ഇല്ലാത്തവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ഈ ആസ്റ്റു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെബിറ്റ് കാർഡ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയറിലേക്ക് നമ്മൾ പോകുന്നത് ഞാൻ നമ്മുടെ സ്മാർട്ട് ഫോണിൽ കാണിച്ചു തരാം. അതിൻ്റെ ആപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആപ്പിലേക്ക് അതിന് മുമ്പ് ചാനൽ പുതിയൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ആക്കാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാമിൻ്റെ ഫേസ്ബുക്ക് ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത് ചെക്കൗട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആമസോണിൻ്റെ സ്റ്റോർ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ URL കാണുന്നുണ്ടായിരിക്കും. നമ്മുടെ ചാനലിലെ പേജ് നമ്മൾ ആമസോണിൽ തുടങ്ങിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആമസോൺ പർച്ചേസിങ് കുറച്ചുകൂടി എളുപ്പമാക്കുന്ന ഒരു വെബ്സൈറ്റ് ആയിരിക്കും. ഒന്ന് ട്രൈ നോക്കുക. അതുപോലെ തന്നെ ഗിയോ വീഡിയോ കാണാത്തൊരു പോയി കാണാൻ നമ്മൾ റീസെൻ്റ്ലി കുറച്ച് ഗിയോസ് ഇട്ടുണ്ടായിരുന്നു. TWSഉം ഹെഡ്ഫോൺസും കാര്യങ്ങളൊക്കെ ആയിട്ട് പങ്കെടുക്കാനും മറക്കണ്ട, ഫുള്ള് കാണാനും മറക്കണ്ട. റൂൾസൊക്കെ നമുക്ക് വീഡിയോയിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഞാനത് മുകളിലായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാലും കിട്ടും. പിന്നെ എന്തായാലും സംശയം കാര്യങ്ങളൊക്കെ തന്നെ കമൻറ്റ് ചെയ്യാൻ നമ്മളെല്ലാ കമൻറ്റും റിപ്ലൈ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് ഫോളോ ചെയ്യാനും മറക്കണ്ട. അതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ മൊബൈലിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ മൊബൈലിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എന്ന് പറയുന്നത് ആസ്റ്റു ക്രെഡിറ്റ് എന്നാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം. ആസ്റ്റു ക്രെഡിറ്റ് ഇതൊരു പുതിയ ഒരു സംഭവങ്ങളാണ്. അപ്പോൾ ഞാനത് റെക്കമെൻഡേഷൻ കാര്യങ്ങളൊന്നും ചെയ്യല്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഡെബിറ്റ് കാർഡ് കിട്ടുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പോൾ ഇതാണ് ആസ്റ്റു ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാർഡാണ് നമുക്ക് കിട്ടുക, റൂപേയുടെ കാർഡ്. അപ്പോൾ ഇത് നമുക്ക് ഇത് കൂടെ അപ്ലൈ ചെയ്യാൻ ശരിക്കും ഇവർക്കൊരു ആപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടു, ബിൽ ക്രെഡിറ്റ് സ്കോർ വിത്ത് ഡെബിറ്റ് കാർഡ് വേണ്ടിയിട്ട് പേ റെൻറ്റ് ബിൽസ്, അതുപോലെ തന്നെ എന്താ പറയുക ഷോപ്പിംഗ് എന്നിവരെല്ലാം നമുക്ക് ഉപയോഗിക്കാം. ഇതൊരു ഫസ്റ്റ് ഡെബിറ്റ് കാർഡാണ് ഇന്ത്യ ദാറ്റ് ബിൽസ് യുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി യൂസ് എനി ഓഫ് യുവർ എക്സിസ്റ്റിംഗ് ബാങ്ക് അക്കൗണ്ട്. കണ്ടു, നമുക്ക് ഇപ്പോൾ അപ്ലൈ നൗ ടു ഗെറ്റ് അപ് ടു 10% ക്യാഷ് ബാക്ക് വരെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് 127 ബാങ്ക് കോമ്പാറ്റബിലിറ്റി ഉണ്ട്. ഇത് ആക്ച്വലി നമുക്ക് എന്തിനൊക്കെ ഉപയോഗിക്കാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പേ റെൻറ്റ്, ബില്ല്, ഷോപ്പ് ഓൺലൈൻ, ഷോപ്പ് ഓഫ്ലൈൻ, നമുക്ക് നമ്മുടെ നോർമൽ കാർഡ് ഉപയോഗിക്കുന്ന പോലെ എല്ലാത്തിനും ഉപയോഗിക്കാം. ഇത് നമുക്ക് ആക്ച്വലി വി വർക്ക് വിത്ത് RBI രജിസ്റ്റേർഡ് NBFC ആൻഡ് ക്രെഡിറ്റ് ബ്യൂറോസ് ലൈക്ക് CIBIL, എക്സ്പീരിയൻ, ക്രിഫ്, QX. ഇതിൻ്റെ എല്ലാ നമ്മുടെ ക്രെഡിറ്റ് സ്കോർ കമ്പനികളും ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ട് ഇവരൊരു നമുക്ക് ക്രെഡിറ്റ് സ്കോർ ബിൽഡ് ചെയ്തിട്ട് അത് റിപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നവരായിട്ട് എല്ലാ മന്ത് എൻഡും. അങ്ങനെയാണ് അവർ വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് എവറി മന്ത് പർച്ചേസ് മെയ്ഡ് വിത്ത് ആസ്റ്റു ഡെബിറ്റ് കാർഡ്സ് ആർ റിപ്പോർട്ടഡ് ടു ദ ക്രെഡിറ്റ് ബ്യൂറോ ടു ഹെൽപ്പ് യു ബിൽഡ് യുവർ ക്രെഡിറ്റ് സ്കോർ. അങ്ങനെയാണ് ഇവരുടെ വർക്കിംഗ് പ്രൊസീജിയർ. പിന്നെ നമുക്ക് 10% വരെ ക്യാഷ് ബാക്ക് കിട്ടാം. നമുക്ക് അപ്ലൈ നൗ ആൻഡ് ടു ഏൺ അപ് ടു 10% ക്യാഷ് ബാക്ക് ആൻഡ് ഈച്ച് പർച്ചേസ് ഫോർ ഫസ്റ്റ് 3 months. നമുക്ക് ആദ്യത്തെ 3 മാസത്തേക്ക് നമുക്ക് 10% വരെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈസിലി കണക്ട് വിത്ത് യുവർ എക്സിസ്റ്റിംഗ് ബാങ്ക് ഉണ്ടോ. ഡസൻ ആസ്ക് യു ടു ഓപ്പൺ എനി ബാങ്ക് അക്കൗണ്ട്, ജസ്റ്റ് കണക്ട് എനി ബാങ്ക് അക്കൗണ്ട് വിത്ത് ഓട്ടോ പേ ആൻഡ് സ്റ്റാർട്ട് സ്പെൻഡിങ് ടു ബിൽഡ് യുവർ ക്രെഡിറ്റ് ഹിസ്റ്ററി. ഞാനത് ഓൾറെഡി പറയാണ്, നമ്മളിത് റെക്കമെൻഡേഷൻ കാര്യങ്ങൾ ചെയ്തില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതിട്ടാ. എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനീസുകളാണ്.
അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടതെന്നും കൊടുത്തിട്ടുണ്ട്. കണ്ടു. Astu card connects to your existing bank account to sign up for a free credit score history improvement. When you transact with Astu card, we auto debit the same amount from your bank account. At the end of the month, we total up all your transaction report them to credit. അതാണ് അവരുടെ ഒരു പ്രൊസീജിയർ. ഒരു ട്രസ്റ്റഡ് ബൈ ഇവരൊക്കെ ട്രസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. ഏർലി സ്റ്റേജ് ഇൻവെസ്റ്റർ ടൈറ്റൻ ക്യാപിറ്റൽസ് വരുന്നുണ്ട്, സംയുക്ത ക്യാപിറ്റൽസ് വരുന്നുണ്ട്. അതൊക്കെ അവരുടെ ഒരു എന്താ പറയുക സ്പോൺസേഴ്സ് ആണെന്നാണ് പറയുന്നത്. പിന്നെ ക്രെഡിറ്റ് സ്കോർ നമുക്ക് എക്സലൻറ്റ് ക്രെഡിറ്റ് സ്കോർ എന്തിനൊക്കെ ബെനിഫിറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞേക്കുന്നത്. ഈസി അപ്രൂവൽ ആൻഡ് ഹോം ലോൺ, എഡ്യൂക്കേഷൻ ഓർ ബിസിനസ് ലോൺ, ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി ആൻഡ് ബെറ്റർ ലൈഫ് സ്റ്റൈൽ ഫോർ ഫാമിലി, അതുപോലെ തന്നെ ലോവർ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് സേവിങ്സ് ഓഫ് ലാക്ക് ഓഫ് റുപ്പീസ് ഓൺ ഇൻട്രസ്റ്റ് ആണ് കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഈ സിബിൽ സ്കോർ എന്ന് പറയുമ്പോൾ നമുക്കിത് നല്ല സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി ലോൺസ് കിട്ടാൻ മാത്രമല്ല, നമുക്ക് ആക്ച്വലി ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞ് കിട്ടാനും ഇത് ആക്ച്വലി സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഇവരെ ഒരു ആസ്റ്റു ക്രെഡിറ്റ് എന്ന് പറയുന്ന ഒരു ബാംഗ്ലൂർ ബേസ്ഡ് കമ്പനിയാണ്. ഇവരെ കസ്റ്റമർ കെയർ ആയിട്ടുള്ള support@astu.com തന്നെ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയറിൻ്റെ സ്പെല്ലിങ് തെറ്റാണല്ലോ, എന്തെങ്കിലും ആവട്ടെ. നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെയും യൂട്യൂബിൻ്റെയും കാര്യങ്ങളൊക്കെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പിന്നെയും പറയുകയാണ്, നമ്മൾ റെക്കമെൻഡേഷൻ ചെയ്യല്ല കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ മാത്രം നോക്കി നോക്കുക. ഞാൻ ആക്ച്വലി ഇത് നോക്കിയിട്ടാണ് നമ്മുടെ ആസ്റ്റു ക്രെഡിറ്റിൻ്റെ ഒരു ആപ്പ് നമ്മൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. നമ്മൾ ആക്ച്വലി ഇത് ഫസ്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് സ്റ്റേജിലാണ്. ആക്ച്വലി ഇതൊരു എന്താ പറയുക ഫുള്ളി ആയിട്ട് വന്നിട്ടില്ല. അപ്പോൾ നമ്മളിത് രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഒരു വെയിറ്റിംഗ് ലിസ്റ്റിലേക്ക് വരിക ചെയ്യണം. ഞാൻ ആക്ച്വലി നമ്മുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐ ഡി വെച്ച് രജിസ്റ്റർ ചെയ്തപ്പോൾ നമുക്ക് ഇൻവൈറ്റ് ലിസ്റ്റിലേക്ക് വന്നേക്കുന്നത് 20,000 വന്നേക്കുന്നത്. പിന്നെ നമുക്കതിലൊരു വേറെ പ്രത്യേക ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ജോയിൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ക്രെഡിറ്റ് സ്കോർ ചെക്ക് ചെയ്യാനുള്ളത് അപ്ഡേറ്റിംഗ് ആവുന്നുണ്ട്. എന്ന് വെച്ചാൽ അത് ഫുള്ളി ബില്ലായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയുക ടെക് ന്യൂസോ അല്ലെങ്കിൽ ഒരു നോളജ് ഷെയറിംഗ് പോലെയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുത്തേക്കുന്നത്. റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നുമല്ല. പിന്നെ നമുക്കിതിൽ ആദ്യത്തെ 3 മാസത്തേക്ക് നമുക്ക് 10% ക്യാഷ് ബാക്ക് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ നമ്മുടെ റാങ്ക് അനുസരിച്ചാണ് കണ്ടത്. എനിക്ക് 1% വരെ ക്യാഷ് ബാക്ക് മാത്രമേ കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 10% എന്ന് പറയുന്നത് 1100 പേർക്കുള്ളതാണ്. പിന്നെ 100 to 500 5%. എന്നാലും 1% കിട്ടിയാലും എന്നാലും മോശമൊന്നുമില്ല. ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് 1% ക്യാഷ് ബാക്ക് കിട്ടുകയാണെങ്കിൽ മോശമൊന്നുമില്ല, കുഴപ്പമില്ല എന്ന് മാത്രം. അപ്പോൾ എൻ്റെ വന്നേക്കുന്നത് 20,000. അപ്പം നിങ്ങൾ പറയുമ്പോൾ ഇതിനും കൂടുതലായിട്ട് അഞ്ഞ് റാങ്ക് വരില്ല കേട്ടോ. അപ്പോൾ അതും നോക്കുക നിങ്ങൾക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ആപ്പ് വരുന്നത്. ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് രജിസ്റ്റർ ചെയ്താൽ മതി കേട്ടോ. വേറെ പ്രൊസീജിയറൊന്നും ഇല്ല. എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി അണ്ടർ ഡെവലപ്മെൻറ്റ് സ്റ്റേജിലാണ്. അപ്പോൾ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നോക്കിയാലും കാണാൻ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിലേക്ക് വരുമ്പോഴേക്കും ഷെയർ ചെയ്യാനും മറക്കണ്ട. നമ്മുടെ രണ്ടാമത്തെ ചാനൽ കാണാത്തൊരു ചാനൽ പേജിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പെറ്റ്സിൻ്റെയും ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഫ്രണ്ട്സിലേക്ക് നമ്മൾ ഷെയർ ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ. അടുത്ത വീഡിയോ കാണാം.